ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ അതിപ്രശസ്തമായ സൂര്യക്ഷേത്രമാണിത്. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിയിൽ ഇരവിമംഗലത്താണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആദിത്യപുരത്തേക്കൊന്ന് പോയാലോ? ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം രവിമംഗലം, ഇരവിമംഗലം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ഇവിടം ആദിത്യപുരം എന്നറിയപ്പെടുന്നത്. ഭാരതത്തിൽ ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം കഴിഞ്ഞാൽ ആദിത്യ ഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായ ക്ഷേത്രം ആദിത്യപുരത്താണ്. ആദ്യകാലത്ത് കേരളത്തിലെ ഏക സൂര്യദേവ ക്ഷേത്രം ഇവിടെയായിരുന്നതിനാലാണ് ഈ ദേശത്തിന് ആദിത്യപുരം എന്ന പേര് കൈവന്നത് എന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം മനയാറ്റില്ലത്തേക്കാണ്. മനോഹരമായ വട്ട ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് സൂര്യദേവൻ്റെ പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. എണ്ണ വലിച്ചെടുക്കുന്ന ഒരു പ്രത്യേകതരം ശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ ഈ വിഗ്രഹത്തിൽ എണ്ണയുടെ ഒരു അംശം പോലും കാണാൻ കഴിയില്ല എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് ഇങ്ങനെയൊരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തെ മരങ്ങാട്ട് മനക്കലെ മഹാതപസ്വിയും ഈശ്വരഭക്തനുമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ആദിത്യ ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുകയും വരമായി ലഭിച്ച സൂര്യവിഗ്രഹത്തെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. ത്രേതായുഗത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് പറയപ്പെടുന്നു. ഇന്നും ക്ഷേത്രത്തിലെ ഊരായ്മക്കാരായ മരങ്ങാട്ട് മനക്കലെ പിൻതലമുറക്കാർ കൃത്യതയോടും ശുദ്ധിയോടും കൂടി ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ചതുർബാഹുവായി പത്മാസനത്തിൽ 2 കരങ്ങളിൽ ശംഖ് ചക്രമേന്തി മറ്റു 2 കരങ്ങൾ തപോമുദ്രയുമായി തപസ്സനുഷ്ഠിക്കുന്ന രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ആദിത്യദേവൻ്റെ ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠയും ഉണ്ട്. രോഗങ്ങൾ തീർത്തു വഴി പോലെ പാരാതെ ഗംഭീരക്ഷിപ്പാന് കള്ളങ്കളവാനും ഉള്ളം തെളിയുവാനും സ്വാമിയല്ലാതെ സർവരും ഭൂതവൃന്ദം സുരഗണം മറ്റും പലരുമായി വാഹനമായിടുന്ന പശുപതിയിലേറെ ഗമിച്ചു മാഹാത്മ്യമേറിടുന്ന ശ്രീരാത്രിയിൽ ചെന്നു വന്നിച്ച ഭക്തിയാൽ പണ്ട് പല വിധത്തിൽ പവിത്രം കൊണ്ടല്ല വന്നല്ലോ എണ്ണലില്ലാതെ തെറ്റി രക്ഷിച്ചതുകൊണ്ട് പോനായ വിഷ്ണു എണ്ണലില്ലാതെ തെറ്റി രക്ഷിച്ചതുകൊണ്ട് പോനായ വിഷ്ണു. ഇവിടെ കാവടി ദിവസം വിളക്ക് വെച്ച് അവലും മലരും ശർക്കരയും കരിക്കും സമർപ്പിക്കാറുണ്ട്. രക്തചന്ദനമാണ് ഇവിടെ പ്രസാദമായി കൊടുക്കുന്നത്. സർവപ്രായശ്ചിത്തമായി രക്തചന്ദനമുട്ടിയും പട്ടുനാണയവും സമർപ്പിക്കുന്നത് ഇവിടെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ഇവിടെ രക്തചന്ദനം ഭക്തർക്ക് പ്രസാദമായി നൽകി വരുന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന എണ്ണയും രക്തചന്ദനവും ത്വക്ക് രോഗങ്ങൾ പാടെ ഇല്ലാതാക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ആദിത്യദേവൻ്റെ ദിനമായ ഞായറാഴ്ചകളിലാണ് ഇവിടെ ദർശന പ്രാധാന്യമെന്ന് പറയപ്പെടുന്നു. മേടമാസത്തിലെയും വൃശ്ചിക മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ച ഇവിടെ കാവടി ഉത്സവമായി ആഘോഷിക്കുന്നു. ഈ ദിവസം മരങ്ങാട്ട് മനയിലെ ഒരംഗം കാവടി എടുക്കണമെന്ന നിബന്ധനയുമുണ്ട്. കോട്ടയം വൈക്കം റൂട്ടിൽ കടുത്തുരുത്തിയിൽ നിന്നും കുറുപ്പന്തറയിൽ നിന്നും 5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ ആദിത്യപുരത്തെത്താം. ആലുവയിലും
അച്ഛൻ കോവിലുണ്ടല്ലോ രാജ്യം കാവില് നാഗൻ വന്നതല്ല നാഗർകോവിലിൽ ശിവന്റെ തിരുമണിയിലുവേ ശ്രീഭദ്രകാളി തിരുവന്മയിലും തമസ് ശ്രീനാരായണന്റെ കൽപ്പനയാലെയല്ല നാരദ വീണവായിച്ച നാഗങ്ങളെ സ്തുതി ചെയ്യുന്നു നാരദ വീണവായിച്ച നാഗങ്ങളെ സ്തുതി ചെയ്യുമ്പോൾ സർവ